എക്സ്പ്രസിംഗ് എബിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്സ്. പലതരത്തിലും കഴിവുകളും താല്പര്യവും ഉള്ളവരാണ് നമ്മൾ. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് എങ്ങനെ പറയാം? എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യും, എനിക്കത് ചെയ്യാൻ പ്രാപ്തിയുണ്ട്, നമുക്കത് ചെയ്യാൻ കഴിയും. മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാറില്ലേ, ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിൽ പലരും പാട്ട് പാടാൻ കഴിവുള്ളവരാണ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്നെങ്ങനെ പറയാം? എനിക്ക്, ഞാൻ എന്നതിനൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ഐ. അപ്പോൾ ഐ ക്യാൻ സിങ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്നുള്ളതിനെ എന്ത് വാക്ക് കൂട്ടാം നമുക്കതിൽ? ഐ ക്യാൻ സിങ് എ സോങ്. എനിക്ക് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നതാണെങ്കിലോ? ഐ ക്യാൻ സിങ് ഹിന്ദി സോങ്സ്. ഹിന്ദി പാട്ടുകൾ എനിക്ക് പാടാൻ കഴിവുണ്ട് എന്ന് പറയാൻ ഐ ക്യാൻ സിങ് ഹിന്ദി സോങ്സ്. ഇനി ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ക്യാൻ ഡാൻസ്. എനിക്ക് 1 മണിക്കൂർ സമയം ഡാൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ? ഐ ക്യാൻ ഡാൻസ് ഫോർ 1 hour. ഇനി എനിക്ക് ടീച്ച് ചെയ്യാൻ കഴിവുണ്ടെന്ന് എങ്ങനെ പറയാം? എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. ഡാൻസിന് പകരം ഐ ക്യാൻ ടീച്ച്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളെ പറയാൻ വേണ്ടിയിട്ട് ക്യാൻ. ഐ ക്യാൻ ഡ്രൈവ്, ഐ ക്യാൻ ജമ്പ്, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ ഡ്രൈവ്, ഐ ക്യാൻ സ്പീക്ക്, ഐ ക്യാൻ റീഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്ക് ചെയ്യാൻ കഴിവുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രവൃത്തി ക്യാനിന് ശേഷം പറഞ്ഞാൽ മതി. ഇനി നിനക്കെന്നാണെങ്കിലോ യു ക്യാൻ പറയാം, നിനക്ക് ചെയ്യാൻ പറ്റും. അവന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ ഇതിന് പകരം ഹി ആക്കിയാൽ മതി. അവൾക്കാണെങ്കിലോ ഷീ ആക്കിയാൽ മതി. ഒരു മാറ്റമില്ല. ഷീ ക്യാൻ, ഹി ക്യാൻ, യു ക്യാൻ, വി ക്യാൻ ഒക്കെ ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള 3 വാക്കുകളാണത്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിരുന്നു, പാസ്റ്റിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നു, ഇപ്പം പറ്റുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? ക്യാൻ ആദ്യം കൊണ്ടുവന്നാൽ മതി. ക്യാൻ യു. പാട്ട് പാടാൻ പറ്റുമോ നിനക്കെന്ന് എങ്ങനെ ചോദിക്കാം? ക്യാൻ യു സിങ് എ സോങ്. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡ്രൈവ്. ഇനി അവന് എന്നാണെങ്കിലോ അവിടെ യുവിന് പകരം ഹി ചേർത്താൽ മതി. അവന് സംസാരിക്കാൻ പറ്റുമോ? ക്യാൻ ഹി സ്പീക്ക്. അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ കുഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുഡ് എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, പാടുമോ എന്ന് ചോദിക്കുകയാണ്. നീ ക്യാൻ യു സിങ് എ സോങ്? അപ്പോൾ ഇവൻ പറയുകയാണ്, ഇല്ല, ഇപ്പോൾ ഇല്ല. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ കുഡ് സിങ് സോങ്സ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് പാട്ടുകളൊക്കെ പാടാൻ പറ്റിയിരുന്നു. അപ്പോൾ കഴിഞ്ഞിരുന്നു, പാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ചോദ്യമാക്കാനും, ഇപ്പം ക്യാൻ യു സിങ് എ സോങ് എന്നുള്ളതിനെ ഒന്നും കൂടെ പൊളൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കുഡോട് ചേർക്കാം. കുഡ് യു സിങ് എ സോങ് പറയാം. അപ്പോൾ എന്തിനാണ് ഏബിൾ ഉപയോഗിക്കുന്നത്? പ്രാപ്തിയുണ്ടോ? പ്രാപ്തനാണോ നീ ഒരു ക്ലാസ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തനാണോ എന്ന് ചോദിക്കാൻ എങ്ങനെ പറയാം? ആർ യു ഏബിൾ ടു ഹാൻഡിൽ എ ക്ലാസ്? അപ്പോൾ നമുക്ക് പറയാം ഐ ക്യാൻ ഹാൻഡിൽ ദ ക്ലാസ് എന്നും പറയാം, അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു ഹാൻഡിൽ ദ ക്ലാസ് എന്നും പറയാം. രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. ക്യാനിന് ശേഷം വെബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക, ഏബിൾ ടു അതിനുശേഷം വെബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. ഇപ്പോൾ സിങ്ങിൻ്റെ കാര്യമാണെങ്കിലോ ഐ ക്യാൻ സിങ്, അതേപോലെ ഐ ആം ഏബിൾ ടു സിങ്. രണ്ടും വെബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കുക. രണ്ടും 2 രീതിയാണെന്ന് മാത്രം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. ഈച്ച് പേഴ്സൺ ഇൻ ദ പിക്ചറിലുള്ള ഓരോ ആളുകളും ക്യാൻ ഡു സംതിങ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാർട്ട്ണർ അപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ദ പേഴ്സൺ ഓർ ദ പേഴ്സൺസ് ഇൻ ഈച്ച് പിക്ചർ ക്യാൻ ഡു. എന്തൊക്കെയാണ് ഈ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്നത്? യൂസ് ക്ലൂസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ ക്ലൂസും കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ആ വെബ് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഒന്നാമത്തെ കുട്ടിക്ക് സിംഗിങ്ങിന് പറ്റും, സിങ്. രണ്ടാമത്തെ ആൾ ഡാൻസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ആൾ എന്താ ചെയ്യണത്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുകയാണ് അല്ലേ? നാലാമത്തെ ആൾ എങ്ങനെയാണ് ചെയ്യണത്? അവർ ആക്ടിങ് ആണ്. കൊടുത്തിട്ടുണ്ട് ക്ലൂസ്. ആക്ട്, പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡാൻസ്, സിങ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഒന്നാമത്തെ ആൾ ഷീ ആണല്ലേ, ഷീ ക്യാൻ സിങ്. രണ്ടാമത്തെ ആൾ ഷീ ക്യാൻ ഡാൻസ്. മൂന്നാമത്തെ ആൾ ഹി ക്യാൻ പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്.
നാലാമത് 2 പേരുണ്ടല്ലേ, അപ്പോൾ ദേ എന്ന വാക്ക് ഉപയോഗിക്കാം. ദേ ക്യാൻ ആക്ട്. ആൻസേഴ്സ് ഈ സ്പേസിൽ എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി പാർട്ട്ണർ അപ്പ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ക്വിക്കലി. പെട്ടെന്ന് തന്നെ ഈ പാസേജ് വായിക്കുക. ആൻഡ് അണ്ടർലൈൻ ചെയ്യുക. ക്യാൻ, കുഡ് ആൻഡ് ബി ഏബിൾ ടു. എവിടെയൊക്കെയാണ് ക്യാനും കുഡും ഏബിൾ ടു വന്നിട്ടുള്ളത് ആ ഭാഗത്ത് അണ്ടർലൈൻ ചെയ്യുക. സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ചിലന്തി അമ്പലം എന്ന് പറയുന്നൊരു കാര്യമാണ് ഇതിൽ പറയാൻ പോകുന്നത്. എന്നൊരു പാസേജാണ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, കേരള ഹാസ് എ ടെമ്പിൾ ഫോർ വർഷിപ്പിംഗ് സ്പൈഡേഴ്സ്. കേരളത്തിൽ ഒരു ടെമ്പിൾ ഉണ്ട് സ്പൈഡേഴ്സിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലന്തികളെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരാധിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ്, വിശ്വസിക്കപ്പെടുകയാണ്. എന്താണ് വിശ്വസിക്കപ്പെടുന്നത്? ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ക്യൂർ സ്പൈഡർ ബൈറ്റ്സ്. നമുക്ക് സ്പൈഡർ ബൈറ്റ്സിനെ ക്യൂർ ചെയ്യാൻ പറ്റും, ഭേദമാക്കാൻ പറ്റും. യൂസിങ് പ്രസാദം ഉപയോഗിച്ചിട്ടും, ആൻഡ് തീർത്ഥം ഉപയോഗിച്ചിട്ടും. വി ഗെറ്റ് ഫ്രം ദ ടെമ്പിൾ, ആ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന തീർത്ഥവും പ്രസാദവും ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലന്തിയുടെ വിഷം മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ വിൽ ബി ഏബിൾ ടു വന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 50 പീപ്പിൾ വിത്ത് സ്പൈഡർ ബൈറ്റ് കിട്ടിയ ഏകദേശം ഒരു 50ഓളം ആളുകൾ കം ടു ദ ടെമ്പിൾ എവറി വീക്ക്. ഓരോ ആഴ്ചയും അവിടെ വരാറുണ്ട്. ആസ് ദേ ബിലീവ് ഇറ്റ് കുഡ് ക്യൂർ ദം. അവർ വിശ്വസിക്കുന്നത് അത് ഭേദമാക്കും തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കുഡ് അവിടെ വന്നു അണ്ടർലൈൻ ചെയ്യണം. ദിസ് 1200 years old temple is known as ചിലന്തി അമ്പലം. ഈ അമ്പലം അറിയപ്പെടുന്നത് ചിലന്തി അമ്പലം എന്നാണ്, സ്പൈഡർ ടെമ്പിൾ. യു ക്യാൻ ഗോ, നമ്മളുടെ ക്യാനെ അണ്ടർലൈൻ ചെയ്യണം. യു ക്യാൻ ഗോ ടു സീ ദിസ് ടെമ്പിൾ വിച്ച് ഈസ് ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അത് പത്തനംതിട്ടയിലുള്ള ആ അമ്പലം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകാം. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതിൽ കയറി നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, നൗ ഫിൽ അപ്പ് ദ ഫോളോയിങ് ഡയലോഗ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ആ ഡയലോഗ്സ് നിങ്ങൾ ഫിൽ അപ്പ് ചെയ്യുക. വിത്ത് ക്യാൻ ഓർ കുഡ് ഓർ ബി ഏബിൾ ടു. ഏബിൾ ടു ഉപയോഗിച്ചിട്ടോ, ക്യാൻ ഉപയോഗിച്ചിട്ടോ, കുഡ് ഉപയോഗിച്ചിട്ടോ ഫിൽ ചെയ്യുക. ബി ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്നുള്ളത് ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും മറ്റു രൂപമാണ് ബി. എനിക്ക് പാടാൻ കഴിവുണ്ടെന്ന് അങ്ങനെ പറയാം. ഐ ആം ഏബിൾ ടു സിങ് എ സോങ്. ഐക്ക് പകരം യു ആണെങ്കിൽ ആറാവും, വി ആണെങ്കിൽ ആറാവും, ഹി ആണെങ്കിൽ ഈസാവും, ഷി ആണെങ്കിൽ ഈസാവും, ആളുകളുടെ പേരാണെങ്കിൽ ഈസാവും. അപ്പോൾ അത്രേ വ്യത്യാസങ്ങൾ വരുള്ളൂ. എന്നാൽ ബി വരുന്ന സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം, വിൽ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി, എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനതിന് പ്രാപ്തനാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് വിൽ കഴിഞ്ഞാൽ പിന്നെ ബി പറയുന്ന രൂപം തന്നെയാണ് വരിക. വിൽ ബി ഏബിൾ ടു എന്നാണ് പറയുക. നമുക്ക് ഡയലോഗിലേക്ക് പോകാം. എക്സ്ക്യൂസ് മീ പ്ലീസ്. അവിടെ എന്താ വേണ്ടത്? ചോദ്യമല്ലേ. ക്യാനേക്കാളും നല്ലത് കുഡ് അല്ലേ. കുഡ് യു ടെൽ മീ വേർ ചിലന്തി അമ്പലം മീസ്. എവിടെയാണ് ചിലന്തി അമ്പലം എന്ന് എന്നോട് പറയാവോ, എനിക്ക് പറഞ്ഞുതരുമോ? ആൾ പറയാൻ ഓഫ് കോഴ്സ് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും. കുഡ് വേണ്ട, ക്യാൻ അവിടെ വേണ്ടത്, എനിക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഏബിൾ ടു വേണ്ടല്ലോ. ഓഫ് കോഴ്സ് ഐ ക്യാൻ, ഇറ്റ് ഈസ് ഇൻ പത്തനംതിട്ട. ഈസ് ഇറ്റ് വെരി ഫാർ ഫ്രം ഹിയർ. കുറച്ച് അകലെയാണോ ഇവിടെ നിന്ന്? യെസ്, അതെ. ബട്ട് യു ക്യാൻ, അവിടെ യു ക്യാൻ അല്ല വേണ്ടത്, അതല്ല കുറച്ചുകൂടി നല്ലത്. യു ആർ ഏബിൾ ടു വേണോ? യു ക്യാൻ ഗോ ബൈ ബസ്, നിങ്ങൾക്ക് ബസ്സിൽ പോകാൻ പറ്റും. അപ്പോൾ ആൾ ചോദിക്കുകയാണ്, ക്യാൻ ഐ ഗെറ്റ് എ ബസ് നൗ. എനിക്കിപ്പോൾ ബസ് കിട്ടുമോ? ക്യാൻ തന്നെ അവിടെ ചേർക്കേണ്ടത്, ഏബിൾ ടു ചേർക്കാൻ പറ്റില്ല. യു വിൽ കഴിഞ്ഞാൽ ക്യാന് പറ്റുമോ, കുഡ് പറ്റുമോ, ബി ഏബിൾ ടു പറ്റുമോ? യു വിൽ ബി ഏബിൾ, നിനക്ക് പറ്റും. യു ക്യാൻ പറഞ്ഞിട്ടില്ല, അവിടെ വിൽ വന്നത് കൊണ്ട് നമ്മൾ ബി ഏബിൾ പറയണം. യു വിൽ ബി ഏബിൾ ഇഫ് യു ഗോ ടു ദ ബസ് സ്റ്റാൻഡ്. നീ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ. സെൻറ്റൻസ് പൂർത്തിയാവാൻ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ബസ് നൗ ഇഫ് യു ഗോ ടു ദ ബസ് സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പോൾ ചോദിക്കുകയാണ്, ചോദ്യമല്ലേ. ഇപ്പോൾ ക്യാനേക്കാളും നല്ലത് കുഡല്ലേ. കുഡ് യു ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ ബസ് സ്റ്റാൻഡ്. എന്നൊന്ന് പറഞ്ഞുതരുമോ എങ്ങനെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്നുള്ളത്? ഷുവർ ഐ ക്യാൻ. അവിടെ ക്യാൻ അല്ലേ വേണ്ടത്. യു ഷുഡ് ടേക്ക് ദ റൈറ്റ് ടേൺ ഫ്രം ദ നെക്സ്റ്റ് ജംഗ്ഷൻ. അടുത്ത ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ റൈറ്റ് ടേൺ ചെയ്യുക. ഇറ്റ് ഈസ് ജസ്റ്റ് അറൗണ്ട് ദ നെക്സ്റ്റ് കോർണർ. ആ നെക്സ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. വീണ്ടും ചോദിക്കുകയാണ്, ക്യാനിയോ കുഡിയോ ആണോ നല്ലത്,
ക്യാൻ യു ഉപയോഗിക്കാം, കുഡ് യു ഉപയോഗിക്കാം. കുഡ് യു ആകുമ്പോൾ കുറച്ചും പൊളൈറ്റായി. കുഡ് യു സേ ദാറ്റ് വൺസ് അഗൈൻ, ഒന്നും കൂടെ പറയാവോ? ഐ എം എ സ്ട്രേഞ്ചർ ഹിയർ, ഞാനിവിടെ സ്ട്രേഞ്ചറാണ്, എനിക്കിവിടെ പരിചയമില്ല. അപ്പോൾ ആൾ പറയാണ് ഐ ക്യാൻ കം ആൻഡ് ഷോ യു ദ വേ. ഞാൻ നിങ്ങളെ കൂടെ വരാം, ഞാൻ വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. കം ആൻഡ് ഷോ, വന്ന് കാണിച്ചു തരാം, വരാം കാണിച്ചു തരാം. അപ്പോൾ ഐ ക്യാൻ കം ആൻഡ് ഷോ യു ദ വേ, നിങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തരാം. താങ്ക് യു വെരി മച്ച്.